ദീപക്, ആദ്യം നമ്മുടെ KPCL സെക്രട്ടറി കെ ജയന്തിന്റെ വാരിയിൽ പൊട്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ ആദ്യം പറയൂ. SKN പൊടുന്നനെയാണ് ഈ അപകടം നടന്നത്. ഞങ്ങളെല്ലാം തന്നെ പാളയത്ത് പ്രചരണ കൊട്ടിക്കലാശം, അതായത് UDF-ന്റെയും LDF-ന്റെയും BJP-യുടെയും എല്ലാം കൊട്ടിക്കലാശം വലിയ രീതിയിൽ ശബ്ദമാനമായി നടക്കുകയായിരുന്നു. അതിനിടയിൽ ആണ് ഈ സംഭവം നടന്നത്. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിൽ ഈ അപകടം പെട്ടില്ല എന്നുള്ളതാണ്. ജയന്ത് അവിടെ ഈ പ്രചരണ വാഹനത്തിൽ പ്രസംഗിച്ച് താഴേക്കിറങ്ങാൻ നോക്കുമ്പോൾ അദ്ദേഹം തെന്നി വീഴുകയായിരുന്നു, ജനറേറ്ററിലേക്ക് അടിച്ചു. അങ്ങനെ വാരിയല് പൊട്ടി. ഇപ്പോൾ ബേബി ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. അല്പം മുൻപ് ഞാൻ ജയന്തുമായി സംസാരിച്ച സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ റിബിനാണ് പൊട്ടേറ്റിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഡോക്ടേഴ്സ് അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ. ഒരു പ്രചരണത്തിനിടയിൽ നമ്മൾ അറിയാതെ പോയ ഒരു അപകടമാണ് KPCC സെക്രട്ടറി ഈ കെ ജയന്തിനുണ്ടായ അപകടം. SKN ചോദിച്ച ആദ്യ കാര്യത്തിലേക്ക് വരുമ്പോൾ, വടക്കേ മലബാർ സാധാരണഗതിയിൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളം, രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ചൂടും ചൂരും വാശിയേറിയ മണ്ണാണ്. അതുകൊണ്ട് തന്നെ പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശവും അതിൻ്റെ എല്ലാ അർത്ഥതലത്തിലുമുള്ള ഉച്ചസ്ഥായിലേക്ക് എത്തിയിരുന്നു. ശബ്ദമാനമായ പ്രചരണം കൊട്ടിക്കലാശിക്കുമ്പോൾ കൂട്ടലും കിഴിക്കലുകളുമായി എല്ലാവരും അവരുടെ കണക്കുകൾ പങ്കുവയ്ക്കുകയാണ്. ആ കണക്കുകളിൽ മുന്നണികളെല്ലാം തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ സർക്കാരിന് അനുകൂല തരംഗമാണെന്ന് ഇടതുമുന്നണി ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ വോട്ട് ഷെയർ കൂടും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരിക്കുന്നതിൻ്റെ എണ്ണം കൂട്ടും, അതുപോലെ വാർഡുകളുടെ എണ്ണം കൂട്ടുമെന്നാണ് ഇടതുമുന്നണിയുടെ ആ രീതിയിലുള്ള കണക്കൂട്ടുകൾ. എന്നാൽ അതേ സമയത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. അതുപോലെ ശബരിമല ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളിൽ പ്രതികരണം വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകും എന്നുള്ളതാണ് UDF ക്യാമ്പ് കണക്കൂട്ടുന്നത്. ഇതിനിടയിൽ മോഡി തരംഗം കേരളത്തിലുമുണ്ട്. അതുപോലെ ശബരിമല വിവാദം തങ്ങൾക്ക് അനുകൂലമായ വോട്ട് ഷെയർ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് കണക്കൂട്ടുകയാണ് BJP. ഇങ്ങനെ കൂട്ടിക്കിഴക്കലുകളാണ് ശബ്ദമാന പ്രചരണം കൊട്ടിക്കലാശിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നാളെ ഒരു ദിവസം നിശബ്ദ പ്രചരണമാണ്. അവസാന വട്ടം വോട്ടർമാരെ, ഇളകുന്ന വോട്ടുകളെ, ആടുന്ന വോട്ടുകളെ ഉറപ്പിക്കാനുള്ള നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. ഏതായാലും വലിയ പ്രചരണമാണ് വടക്കേ മലബാറിൽ നടന്നത്. റോഡിലല്ല വോട്ട്, വീട്ടിലാണ് വോട്ട് എന്ന പ്രചരണവുമായി ഒരു സമയത്ത് കൊട്ടിക്കലാശം നടക്കുമ്പോൾ മറുഭാഗത്ത് വീട് കയറുകയായിരുന്നു SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.